നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫോക്കസ് ഏരിയ നോക്കാം. അതായത് ഓണം എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അതിനു മുന്നേ നമ്മൾ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം നോക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഈ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻസിഡൻസ് റിലേറ്റഡ് ടു ദ സന്യാസി റബല്യൻ. സന്യാസി കലാപം അല്ലെങ്കിൽ സന്യാസി റബല്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നോക്കണം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ് ലെഡ് ദ റബല്യൻ ആണോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ദിഗംബർ വിശ്വാസം വിഷ്ണു വിശ്വാസം ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് റിവോൾട്ടാണ്? അത് ഇൻഡിഗോ റിവോൾട്ട് കേട്ടോ. നീലം റിവോൾട്ട് അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ടാണ് ഏതെന്ന് പറയുന്നത് ദിഗംബർ വിശ്വാസം വിഷ്ണു വിശ്വാസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തത് ഭവാനി പഥക് ആൻഡ് മഞ്ജു ഷാ ലെഡ് ദ റബല്യൻ. ശരിയാണോ? അത് ശരിയാണല്ലേ. ഭവാനി പഥകും മഞ്ജു ഷായും ആണ് സന്യാസി റബല്യൻ ലെഡ് ചെയ്തത്, നയിച്ചത്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത മൂന്നാമത്തത്, ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെയ്ഡ് നോ എഫേർട്ട് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഫാമിൻ ഇൻ ബംഗാൾ. ബംഗാൾ ഫാമിനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു എഫേർട്ടും എടുത്തില്ല എന്നുള്ളത് അത് ശരിയാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് അവർ റബല്യൻ ആരംഭിച്ചത് കേട്ടോ. അടുത്തത്, ഫാർമേഴ്സ് അബാൻഡൻ ദെയർ ഇൻഡിഗോ കൾട്ടിവേഷൻ. ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകർ അവരുടെ ഇൻഡിഗോ കൾട്ടിവേഷൻ, നീലം കൃഷി, അതിനെ എന്ത് ചെയ്തു? അബാൻഡൻ ചെയ്തു, ഉപേക്ഷിച്ചു എന്നുള്ളത്. അത് എന്താണ്? നമ്മുടെ ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ എന്ത് പറയാം? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? 2ഉം 3ഉം മാത്രം കറക്റ്റ് എന്നുള്ള ആൻസറാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ഇവിടെ എ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ്. അത് തെറ്റാണ്. അടുത്ത ബി, 2 and 3 ആർ കറക്റ്റ്. അത് ശരിയാണ് അല്ലേ. 2ഉം 3ഉം അല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. 2ഉം 3ഉം കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ കൊടുത്തിട്ടുണ്ട് 2 and 3 ആർ കറക്റ്റ് എന്നുള്ളത്. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കോളം എക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കോളം ബിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം. അപ്പം നോക്കിയോളൂ, ഇവിടെ കോളം എയിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് ദാദാബായ് നവറോജി. അപ്പോൾ ദാദാബായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. ഏതാണ്? രണ്ടാമത്തെയാണ് കേട്ടോ, ദ ഡ്രെയിൻ തിയറി. അപ്പം ഡ്രെയിൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. അപ്പം ദാദാബായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ദ ഡ്രെയിൻ തിയറി. അടുത്തത് ചാണക്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഹി ഡിവൈസ്ഡ് ആൻ എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം ഫോർ ദ കൺട്രീസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏതാണ്? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്നത് 2 കിട്ടി, ബി എന്ന് പറഞ്ഞാൽ 1. അടുത്തത്, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു ആര്? ചാണക്യൻ. അപ്പോൾ അതാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, അതായത് B1. അടുത്തത് സി, അപ്പോൾ ലിയോണൽ റോബിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? അത് 4 ആണ് കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പോൾ ലേണൽ റോബിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 4. റിലേഷൻഷിപ്പ് ഹ്യൂമൻ വാൻസ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളും പിന്നെ ലിമിറ്റഡ് റിസോഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് ലേണൽ റോബിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C4 എന്ന് കിട്ടി. അടുത്തത് ജെ.എം. കെയ്ൻസുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്? അത് 3ാമത്തെ. എന്താണ്? ദ എക്കണോമിക് പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ടു സം എക്സ്റ്റെൻറ്റ് ത്രൂ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ നമുക്ക് എക്കണോമിക് പ്രോബ്ലംസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഡി എന്ന് പറയുന്നത് 3. അപ്പോൾ ഇവിടെ ആൻസർ, അപ്പോൾ D3. അപ്പോൾ ഇവിടെ ആൻസർ A2 B1 C4 D3 എങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? A2, അതായത് ഡി ഓപ്ഷൻ. A2 B1 C4 D3 കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡി ഓപ്ഷനാണ്. ഓക്കെ ആണല്ലോ. നോക്കല്ലോ, A2 B1 C4 D3 എന്നുള്ളത്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻ ഇന്ത്യ ഡിക്ലെയർ ദ എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻസ് 44, 86, 73, 52. ഏതാണ്? 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് കേട്ടോ. അപ്പം എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻസിഡൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിൻ്റെയും കാലഗണന അനുസരിച്ച് എഴുതാനാണ് അല്ലേ.
അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇയേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഈ നീലം പെസൻറ്റ് റിവോൾട്ട് നടന്നത് എന്നാണ്? നീലം പെസൻറ്റ് റിവോൾട്ട് 1859 അല്ലേ. അടുത്തത് ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741. അടുത്തത് ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ദെൻ ബാറ്റിൽ ഓഫ് ബക്സാർ 1769 ആണല്ലോ. സോറി 1764. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്ന ഇൻസിഡൻറ്റ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ അല്ലേ. അടുത്ത രണ്ടാമത് നടന്ന ഇൻസിഡൻറ്റ് ഏതാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി. അടുത്ത മൂന്നാമത് നടന്നത് ബാറ്റിൽ ഓഫ് ബക്സാർ. നാലാമത്തത് അടുത്ത നടന്നത് നീലം പെസൻറ്റ് റിവോൾട്ട് 1. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. 2, 3, 4, 1 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2 തുടങ്ങുന്ന നടക്കുന്നത് കണ്ട 2, 3, 4, 1 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കത് ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഈ വർഷങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ബാറ്റിൽ ഓഫ് കൊളച്ചലും ബാറ്റിൽ ഓഫ് പ്ലാസി ബാറ്റിൽ ഓഫ് ബക്സാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീലം പെസൻറ്റ് റിവോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വർഷങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നോക്കിയുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൻസർ 2, 3, 4, 1. ഇനി ഇതെത്രയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി. അടുത്തത് ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 5 to 7 in 2 or more sentences each carries 2 മാർക്ക്. 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയുള്ളൂ. ഒന്നാമത്തത് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് എഴുതാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ച് ഒരു നോട്ട് നമ്മൾ തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ ഈ അതർ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം മൂവ്മെൻറ്റ് ഓഫ് എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട മറ്റുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള. ഒന്നാമത്തത് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ, രണ്ടാമത്തത് ലോക്കൽ ടൈം, ദെൻ ഗ്രീൻവിച്ച് മീൻ ടൈം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതൊക്കെ ഒന്ന് നോക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷനിൽ നിങ്ങൾ നോക്കേണ്ട പാഠഭാഗം, ആ പാഠഭാഗത്ത് നോക്കേണ്ട ഭാഗം ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കണം. പിന്നെ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ, ലോക്കൽ ടൈം, ഗ്രീൻവിച്ച് മീൻ ടൈം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇതൊക്കെ നോക്കാം. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ആ നോട്ടാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്. There is around 30° longitudinal difference between India's eastern most state of Arunachal Pradesh and the western most state of Gujarat. അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശും അതുപോലെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ ഗുജറാത്തും തമ്മിൽ 30° ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉണ്ട്. സോ ദർ ഈസ് ആൾമോസ്റ്റ് 2 hours ഓഫ് ഡിഫറൻസ് ഇൻ ദ ലോക്കൽ ടൈം ഓഫ് ദീസ് പ്ലേസസ്. ഈ 2 പ്ലേസസ് തമ്മിൽ ലോക്കൽ ടൈം 2 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ടു അവോയ്ഡ് ദിസ് പ്രാക്ടിക്കൽ ഈ ഒരു ഡിഫിക്കൽട്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ സ്റ്റാൻഡേർഡ് ടൈം ഹാസ് ബീൻ ഫിക്സഡ് ഫോർ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദ 82.5° ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് ഈസ് സെലക്റ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വെച്ചാൽ മാനക സമയമായി 82.5° ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ ലോക്കൽ ടൈം അറ്റ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ. ഈ 82.5° ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡിലുള്ള ടൈം എന്താണോ ആ ടൈമിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മലയാളം മീഡിയം ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തും തമ്മിൽ ഏകദേശം 30° രേഖാംശ വ്യത്യാസമുള്ളതിനാൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയ വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് 82.5° കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തു. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു. ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? 82.5° ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡിലുള്ളതാണ്. ആ ഒരു ലോങ്ജിറ്റ്യൂഡിലുള്ള ടൈം ഏതാണോ അതാണ് ഇന്ത്യയുടെ ആ ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും ഉള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോക്കൽ ടൈം, പ്രാദേശിക സമയം എന്താണെന്നുള്ളത്. എന്താണ്? ദ ടൈം കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദി ഷാഡോ ആൻഡ് ദ പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ടേംഡ് ആസ് ലോക്കൽ ടൈം. അതായത് നിഴലിൻ്റെ നീളം, സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയം എന്ന് പറയുന്നു. ഓക്കെ. അടുത്തത് പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് മീൻ ടൈമിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ. ഫോർ ഇന്റർനാഷണൽ ടൈം കാൽക്കുലേഷൻ ദ ലോങ്ജിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ ഇംഗ്ലണ്ട് ഈസ് ടേക്കൺ ആ 0° മെറിഡിയൻ. അതായത് അന്താരാഷ്ട്ര സമയ നിർണ്ണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ 0° മെറിഡിയൻ ആയിട്ട് കണക്കാക്കുന്നു. 0° രേഖാംശ രേഖയായി കണക്കാക്കുന്നു. ദിസ് ഈസ് കോൾഡ് പ്രൈം മെറിഡിയൻ. ഇതിനെയാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. ദ ലോക്കൽ ടൈം അറ്റ് പ്രൈം മെറിഡിയൻ ഈസ് കോൾഡ് ഗ്രീൻവിച്ച് മീൻ ടൈം. ആ പ്രൈം മെറിഡിയനിലുള്ള
ലോക്കൽ ടൈം എന്താണോ ആ ടൈമിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളം മീഡിയം എന്താണ് എഴുതിയിട്ടുള്ളത്? അന്താരാഷ്ട്ര സമയനിർണ്ണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു. ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് അവിടെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ളത്. നോക്കുള്ളൂ. 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. ട്രാവലേഴ്സ് ഹു മൂവ് വെസ്റ്റ്വാർഡ് ക്രോസിംഗ് ദ ലൈൻ ആഡ് എ ഡേ ആൻഡ് ദ ട്രാവലേഴ്സ് ഹു മൂവ് ഈസ്റ്റ്വാർഡ് ക്രോസിംഗ് ദ ലൈൻ സബ്ട്രാക്ട് എ ഡേ. അതായത് ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറയുമ്പോൾ എഴുതേണ്ടത് കേട്ടോ. വെസ്റ്റ് വാർഡ് എന്ന് വെച്ചാൽ പടിഞ്ഞാറോട്ട് പോകുന്ന. അപ്പോൾ ഈ ലൈൻ ക്രോസ് ചെയ്ത് വെസ്റ്റ് വാർഡിലോട്ട് പടിഞ്ഞാറോട്ട് പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആഡ് എ ഡേ, ഒരു ദിവസം ആഡ് ചെയ്യുന്നു. ഇനി ഈസ്റ്റ് വാർഡിലോട്ടാണ് പോകുന്നതെങ്കിൽ അവർ സബ്ട്രാക്ട് എ ഡേ, ഒരു ദിവസം കുറയ്ക്കുന്നു. ഓക്കെ. സർക്കിൾ ഓഫ് എലിമിനേഷൻ പറഞ്ഞു, ലോക്കൽ ടൈം പറഞ്ഞു, ഗ്രീൻവിച്ച് മീൻ ടൈം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇത് ഇത്രയാണ് പ്രധാനപ്പെട്ട എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അതിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കുക കേട്ടോ. ഇനി ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓർ ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റ് ദ ലോക്കൽ ടൈം അറ്റ് 45 ഡിഗ്രി വെസ്റ്റ് ആൻഡ് 45 ഡിഗ്രി ഈസ്റ്റ് വെൻ ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ് 8 AM. ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം ഒക്കെ ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തതിലും ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ടൈം കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പോൾ നോക്കിയുള്ളൂ, നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻവിച്ച് മീൻ ടൈം. അപ്പോൾ ആ ഗ്രീൻവിച്ച് മീൻ ടൈമിലുള്ള ടൈം 8 മണിയാണ്. അതിൽ നിന്ന് ഒരാൾ വന്ന് ഈസ്റ്റിലോട്ട് പോകുന്നു, വേറൊരാൾ വെസ്റ്റിലോട്ട് പോകുന്നു. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി ഈസ്റ്റിലോട്ടും വേറൊരാൾ 45 ഡിഗ്രി വെസ്റ്റിലോട്ടും. നമുക്കറിയാം ഈസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ടൈം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വെസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ടൈം എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈസ്റ്റിലോട്ട് പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം. ഈസ്റ്റിലോട്ട് ആൾ 45 ഡിഗ്രിയാണ് മൂവ് ചെയ്തത് അല്ലേ? നമുക്കറിയാം എർത്തിന് 15 ഡിഗ്രി തിരിയാൻ 1 അവർ വേണം. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി തിരിയാനോ 2 മണിക്കൂർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി തിരിയാനോ 3 അവർ വേണം. ഓക്കെ. അപ്പോൾ 15 ഡിഗ്രിക്ക് 1 അവർ വേണം, 30 നേരെ ഇരട്ടി. അപ്പോൾ 30 ഡിഗ്രി ആകുമ്പോൾ ഒന്നെന്നുള്ളത് 2 ആവും. അപ്പോൾ അടുത്ത 45 ഡിഗ്രി ആകുമ്പോൾ 15ൻ്റെ 3 മടങ്ങ്. അപ്പോൾ എത്രയാവും? 3 അവർ വേണം. അപ്പോൾ ഇവിടെ 8 AM ആയിരുന്നു ടൈം. 8 AM നിന്ന് ഈസ്റ്റിലോട്ട് 45 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് 8നോട് കൂടി 3 ആഡ് ചെയ്യണം. അപ്പോൾ 11 AM ആവും ടൈം. ഓക്കെ. ഇനി വെസ്റ്റിലോട്ട് പോകുമ്പോൾ 45 ഡിഗ്രി തന്നെയാണ്, പക്ഷേ ഇവിടെ സബ്ട്രാക്റ്റ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ 3 അവർ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 8 AM നിന്ന് 3 അവർ അങ്ങ് കുറയ്ക്കണം. അപ്പോൾ 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5. അപ്പോൾ 5 AM. ഓക്കെ. അപ്പം ഈ വെസ്റ്റിലുള്ള ആളിൻ്റെ ടൈം എത്രയായി? 5 AM. അതുപോലെ ഈസ്റ്റിലുള്ള ആളിൻ്റെ ടൈം 11 AM എന്നും ആയി. ഓക്കെ. ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായോ ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്? അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഞാൻ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ടൈം ഈസ് 10 മാർച്ച് 10 AM. മാർച്ച് 10 10 മണി. വാട്ട് വിൽ ബി ദ ടൈം ഇൻ 180 ഡിഗ്രി വെസ്റ്റ് ആൻഡ് 180 ഡിഗ്രി ഈസ്റ്റ്? നോക്കല്ലോ, 180 ഡിഗ്രി വെസ്റ്റിലോട്ട് എത്രയാവും? 180 ഡിഗ്രി ഈസ്റ്റിലോട്ട് എത്ര വരും? ഗ്രീൻവിച്ച് മീൻ ടൈമിലുള്ള ടൈം എന്ന് പറയുന്നത് 10 മണി. മാർച്ച് 10-ാം തീയതി 10 AM. 10 AM എന്ന് വെച്ചാൽ രാവിലെ 10 മണിയാണ്. അപ്പം 180 ഡിഗ്രി വെസ്റ്റിലോട്ട് പോകുമ്പോൾ 180 ഡിഗ്രി പോകുന്നുണ്ട് അല്ലേ? അപ്പം 180നെ നമ്മൾ 15 ഡിഗ്രി കൊണ്ട് കുറച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര വരും? 2 12. അപ്പം 12 അവർ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. 12 മണിക്കൂറിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം എന്താണ് ഇവിടെ വെസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പം 10 മണി 10 AM-നെ 12 മണിക്കൂർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 10 AM നിന്ന് 12 മണിക്കൂർ നമ്മളങ്ങ് കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ 12 മണിക്കൂർ കുറയ്ക്കുമ്പോൾ തലേ ദിവസം 10 PM ആവും. 10 മണിയിൽ നിന്ന് 12 മണിക്കൂർ കുറയ്ക്കുക. 10 മണി രാവിലെ 10 മണിയിൽ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ 12 മണിക്കൂർ ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും 10 തന്നെ കിട്ടും. പക്ഷേ തലേ ദിവസം രാത്രി 10 PM ആണ് കിട്ടുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി 10 PM എന്ന് പറയുമ്പോൾ 10 മാർച്ച് 9 മാറും. തലേ ദിവസം രാത്രി 10 PM. അപ്പോൾ 10 PM ആയി മാറും. കണ്ടോ?
മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? 10 AM. 10 AM നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാവും? 9 AM. വീണ്ടും 1 കുറയ്ക്കുമ്പോൾ 8 AM. പിന്നെ 7 AM. ദെൻ 6 AM, 5 AM, 4 AM, 3 AM. ഇവിടെ എഴുതാമേ. 2 AM, 1 AM, 12 AM. ഇനി അങ്ങോട്ട് പോകുമ്പോൾ PM ആയി മാറും. ദെൻ 11 PM, 10 PM. കണ്ടോ? അപ്പോൾ ഇവിടെ കൂട്ടിയൊക്കെ ആദ്യം 10 AM ആയിരുന്നു. അതിൽ നിന്ന് 1 2 3 4 5 6 7 8 9 10 11 കണ്ടോ? 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 10 PM ആയി. അതാണ് ഇവിടെ 10 PM എഴുതിയേക്കണത് കേട്ടോ. അതായത് അർദ്ധരാത്രി 12 മണി കഴിയുമ്പോൾ AM കഴിയും. പിന്നെ നമ്മൾ 11 PM, 10 PM അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ 10 PM ആയി. ദെൻ അപ്പം ഈ 10 PM എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി 10 മണിയാണ്. അപ്പോൾ 10 മാർച്ച് എന്നുള്ളത് 9 മാർച്ചും ആയി. അപ്പോൾ 180 ഡിഗ്രി വെസ്റ്റിലോട്ട് പോകുമ്പോൾ 9 മാർച്ച്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് എത്ര മണിക്കൂർ ആകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. 180 ഡിഗ്രി ആണെങ്കിൽ 180 ഡിഗ്രിയെ 15 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടും ടൈം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആഡിഷനോ സബ്ട്രാക്ഷനോ ഏതാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇവിടെ വെസ്റ്റിലോട്ടാണ് പോകുന്നത്, അപ്പോൾ സബ്ട്രാക്ഷനാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആഡിഷനാണ് ചെയ്യുന്നത്. ഈസ്റ്റിലോട്ട് പോകുന്ന ടൈമാണ് ഇവിടെ കൊടുത്തില്ല. 180 ഡിഗ്രി ഈസ്റ്റിലോട്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ 10 PM അല്ലേ, 10 AM അല്ലേ, 10 AMൻ്റെ കൂടെ 12 നമ്മൾ ആഡ് ചെയ്യും. 10 AMൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10 തീയതി മാർച്ച് 10 മോർണിംഗ് 10 AM ആണ്. ഓക്കെ, മോർണിംഗ് 10 AM. അപ്പം മോർണിംഗ് 10 AM നിന്ന് 12 കൂട്ടുമ്പോൾ എത്ര വരും? രാത്രി മാർച്ച് 10 തന്നെ നൈറ്റ് 10 PM ആവും അല്ലേ? 10 AMൻ്റെ കൂടെ 10 AM അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 11 AM, 12 AM, 13 അല്ലല്ലോ, 1 മണിയല്ലേ. അപ്പോൾ 12 AM കഴിഞ്ഞിട്ട് 1 PM ആവും. കണ്ടോ? 12 AM കഴിഞ്ഞിട്ട് 1 PM, 2 PM, 3 PM, 4 PM, 5 PM, then 6 PM, 7 PM, 8 PM, 9 PM, 10 PM. കണ്ടോ? അപ്പോൾ എത്രയായി? 10 നിന്ന് 11. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 12 മണിക്കൂർ കഴിഞ്ഞപ്പം വൈകിട്ട് 10 PM ആയി. അതാണ് ഇവിടെ 10 PM എന്ന് എടുത്തേക്കുന്നത്. അപ്പം 180 ഡിഗ്രി ഈസ്റ്റ് ആണെങ്കിൽ ആ മാർച്ച് രാവിലെ 10 അത് രാത്രി 10 ആവുന്നു, 10 PM ആവുന്നു. മനസ്സിലായോ? അടുത്ത ഗ്രീൻവിച്ച് മീൻ ടൈം 12:30 PM ആണ്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ 150 ഡിഗ്രി ഈസ്റ്റും 150 ഡിഗ്രി വെസ്റ്റും. അപ്പോൾ നോക്കിയോളൂ, 150 ഡിഗ്രിയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ 10. അപ്പോൾ 10 അവറിൻ്റെ ഡിഫറൻസ് അവിടെ വരുന്നു. അപ്പോൾ 12:30 ആണ്. 12:30 ടൈം. അപ്പോൾ 10 നമ്മൾ കൂട്ടുവാണ്. 10 കൂട്ടുമ്പോൾ എത്ര വരുന്നു? 22:30. 22:30 എന്ന് പറയുമ്പം എത്രയാണ് ടൈം എന്ന് പറയുന്നത്? 10:30 കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 12:30ൻ്റെ കൂടെ നിങ്ങൾ 12:30, 1:30, 2:30, 3:30, 4:30 അതിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ PM AM കറക്റ്റ് ചെയ്ത് എഴുതണം. രാവിലെ ആണെങ്കിൽ AM, രാവിലെ 12 മണി വരെ AM. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ, അതായത് 1 മണി മുതൽ 1 PM അങ്ങനെ പോകും. പിന്നെ രാത്രി 11 മണി വരെ PM ആയിരിക്കും. അതിനുശേഷം അർദ്ധരാത്രി 12 മണി മുതൽ AM ആവും. അപ്പോൾ അർദ്ധരാത്രി 12 AM, പിന്നെ 1 AM, 2 AM, 3 AM അങ്ങനെ പോകും. ഇനി വെസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഈ 12:30 നിന്ന് 10 നമ്മൾ കുറയ്ക്കും. അപ്പോൾ 12:30 നിന്ന് ബാക്കിലോട്ട് പോവാം. 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 2:30 AM എന്ന് കിട്ടും. അതുപോലെ ഇനി അടുത്ത 1 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 1 ഡിഗ്രി വെസ്റ്റ്. 1 ഡിഗ്രി ഈസ്റ്റും 1 ഡിഗ്രി വെസ്റ്റും. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. 1 ഡിഗ്രി ആണ് പോകുന്നതെങ്കിൽ 4 മിനിറ്റാണ് സമയവ്യത്യാസം കേട്ടോ. 1 ഡിഗ്രി ആണെങ്കിൽ അവിടെ 4 മിനിറ്റാണ് സമയവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡിഗ്രി ഈസ്റ്റിലും 1 ഡിഗ്രി വെസ്റ്റിലും 10 AM ആണെങ്കിൽ, അപ്പോൾ 1 ഡിഗ്രി ഈസ്റ്റിലോട്ട് വരുമ്പോൾ 10:04 AM, 4 മിനിറ്റ് നമ്മൾ കൂട്ടുന്നു. ഇനി ബാക്കിലോട്ട് പോകുമ്പോഴെന്ത് ചെയ്യും? 4 മിനിറ്റ് കുറയും വെസ്റ്റിലോട്ട് പോകുമ്പോൾ. അപ്പോൾ 10 നിന്ന് 4 മിനിറ്റ് കുറയ്ക്കുമ്പോൾ 9:56 AM. കണ്ടോ? ഇതൊക്കെ വരണമെങ്കിൽ എളുപ്പമാണ്, നമുക്ക് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റത് എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, അത്രേ ഉള്ളൂ. ഇനി വെൻ ഇറ്റ് ഈസ് 9 PM, 9 PM ആണ്, രാത്രി 9 മണി. അറ്റ് ഗ്രീൻവിച്ച് മെറിഡിയനിൽ 9 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും? അപ്പോൾ 9 മണിയാണ് 30 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ 15/30 ചെയ്യുമ്പോൾ 2. അപ്പോൾ എന്താണ്? 2 അവറിൻ്റെ വ്യത്യാസം കാണും. അപ്പോൾ 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ 9 PMൻ്റെ കൂടെ 2 മണിക്കൂർ ആഡ് ചെയ്യുമ്പോൾ 11 PM ആയി മാറുന്നു. 30 ഡിഗ്രി വെസ്റ്റിലോട്ട് പോകുമ്പോഴോ
30 ഡിഗ്രി വെസ്റ്റിലോട്ട് പോകുമ്പോൾ എന്താ ചെയ്യാനുള്ളത്? കുറയ്ക്കാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 9 PM ആണ്. 9 PM നമ്മൾ 2 അവർ കുറയ്ക്കണം. 9-ൽ നിന്ന് 2 മണിക്കൂർ കുറയ്ക്കുമ്പോൾ എത്ര വരും? 9-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 8, 8-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 7. അപ്പോൾ 7 PM എന്ന് വരും. കണ്ടോ? 7 PM. അപ്പോൾ 30 ഡിഗ്രി വെസ്റ്റ് ആണെങ്കിൽ 7 PM ആയേനെ. 30 ഡിഗ്രി ഈസ്റ്റ് ആണെങ്കിൽ 11 PM. ഓക്കെ ആണല്ലോ? നമുക്ക് ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നോക്കുള്ളൂ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കോണമി? സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് പഠിച്ചോളണം. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കണോമി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ സൊസൈറ്റി ഓർ എ കൺട്രി. പിന്നെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, എക്സ്പ്ലെയിൻ എക്കണോമിസ്റ്റ് ആൻഡ് ദെയർ തോട്ട്സ് ഒക്കെ നോക്കണം. പിന്നെ ഗാന്ധിജീസ് എക്കണോമിക് തോട്ട്സ് നോക്കണം. പിന്നെ അമർത്യകുമാർ സെൻസ് തോട്ട്സ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. പിന്നെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കണോമി എന്ന് പറയുന്ന ആ ടോപ്പിക്സിൽ നിന്ന് നോക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഹെഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സ് ഒന്ന് വായിച്ച് പഠിക്കാം. കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നോട്ട്സാണ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നോട്ട്സ് ഒന്ന് നോക്കാം. നോട്ട്സ് നോക്കി നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അടുത്തത് ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് എന്താണ്? ഹോം റൂൾ ലീഗ് ഗേവ് ന്യൂ വിഗർ ടു ഫ്രീഡം സ്ട്രഗിൾ, സബ്സ്റ്റാൻഷിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗീവ് യുവർ കൺക്ലൂഷൻസ്. അപ്പോൾ അത് നോക്കിയുള്ള ഹോം റൂൾ ലീഗ് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഹോം റൂൾ ലീഗിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ റോൾ ഓഫ് രാജാറാം മോഹൻ റോയ് ഇൻ സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. രാജാറാം മോഹൻ റോയുടെ റോൾ എന്താണെന്നുള്ളത്. ദെൻ സോഷ്യൽ റിഫോമർ ജ്യോതിറാവ് ഫുലെ. പിന്നെ റോൾ ഓഫ് പണ്ഡിത രമാബായി ഇൻ സോഷ്യൽ റിഫോംസ്. അവരുടെയൊക്കെ സോഷ്യൽ റിഫോംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ഫൗണ്ടേഴ്സ്. ഓരോ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും അതിൻ്റെ ഫൗണ്ടേഴ്സും ആരൊക്കെയാണെന്നൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുക. വാട്ട് ആർ ദ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? INCയുടെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ അതിൻ്റെ നോട്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന നോട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നോട്ട്സാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്തതാ ഇവിടെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കണോമി. അതിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. A and B are neighbors. A bought a luxury villa. B constructed a house. What kinds of need are fulfilled by both? ഏത് ടൈപ്പ് നീഡാണ് രണ്ടുപേരുടെയും ഫുൾഫിൽ ചെയ്തത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ ഒരു ലക്ഷറി വില്ലയാണ് വാങ്ങിയത് അല്ലേ? ഒരു ലക്ഷറി വില്ല, ഒരു ആഡംബര വീട്. അപ്പോൾ അദ്ദേഹം ഫുൾഫിൽ ചെയ്ത ഗ്രാറ്റിഫയിങ് നീഡ്സ് കേട്ടോ. ഗ്രാറ്റിഫയിങ് എന്ന് പറയുന്ന ആ ഒരു നീഡാണ് ഫുൾഫിൽ ചെയ്തത്. ഇനി ബി ആണെങ്കിലോ, ബി കൺസ്ട്രക്റ്റഡ് എ ഹൗസ്. അദ്ദേഹം ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെത് ബേസിക് നീഡാണ്. ഓക്കെ, അപ്പോൾ അതാണ് തമ്മിലുള്ള ആ വ്യത്യാസം കേട്ടോ. അപ്പോൾ നമുക്ക് ആഡംബരത്തിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്നത് ഗ്രാറ്റിഫയിങ് നീഡ്സ് എന്ന് പറയും. അല്ലാതെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ളത് ബേസിക് നീഡ് എന്ന് പറയും കേട്ടോ. പിന്നെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും, ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ എക്കണോമി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. പിന്നെ ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കണോമി. ഈ 3 എക്കണോമി അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ ആ എർത്ത് റൊട്ടേഷൻ, മൂവ്മെൻറ്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററില്ലേ, അതിൻ്റെ അകത്ത് ഇക്വിനോക്സ്, സ്പ്രിംഗ് ഇക്വിനോക്സ്, ഓട്ടമിലെ ഇക്വിനോക്സ് എന്താണെന്ന് നോക്കണം. അതുപോലെ സമ്മർ സോൾസ്റ്റേസ് വിത്ത് പിക്ചർ, വിൻ്റർ സോൾസ്റ്റേസ് വിത്ത് പിക്ചർ. അപ്പോൾ സമ്മർ സോൾസ്റ്റേസും വിൻ്റർ സോൾസ്റ്റേസും നോക്കണം വിത്ത് പിക്ചറോട് കൂടി. അതിൻ്റെ ആ പിക്ചർ നോക്കണം. അതിൻ്റെ ആ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. പിന്നെ ഇവിടെ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പാക്റ്റ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പോർച്ചുഗീസ് കോണ്ടാക്റ്റുമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. പിന്നെ ആറ്റിങ്ങൽ റിവോൾട്ട് 1721, 1721 വർഷം പഠിച്ചോളണേ. ആറ്റിങ്ങൽ റിവോൾട്ടാണ് കേട്ടോ. 1721, 1721 ആറ്റിങ്ങൽ റിവോൾട്ടിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ടാക്സ് പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ടാക്സ് പോളിസീസ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് ഹൗ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ടു 1857 റിവോൾട്ടിലോട് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ നീലം പെസന്റ് റിവോൾട്ടിലോട്ട് കൊണ്ടുപോയ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്.
ദെൻ പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് റോൾ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിറ്ററേച്ചർ ഇൻ ഫോസ്റ്ററിങ് നാഷണൽസിനെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ്റെയും റോളും പിന്നെ ലിറ്ററേച്ചറിൻ്റെയും റോൾ എന്താണെന്നുള്ളത്. പിന്നെ ഉള്ളത് സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ലിസ്റ്റ് സം ഓഫ് ദി ഇൻഡസ്ട്രീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ദാറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ ആസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. അത് പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, പിന്നെ മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ്, അവരെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തത് ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. 5 മാർക്കിൻ്റെ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ് പാവഡ് വേ ഫോർ ട്രൈബൽ റിവോൾട്ട്സ് ഇൻ 19th century, പ്രിപ്പയർ അനാലിറ്റിക്കൽ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി സന്താൾ റെബലിയൻ, മുണ്ടാർ റെബലിയൻ. അപ്പോൾ സന്താൾ റെബലിയനും മുണ്ടാർ റെബലിയനും എന്താണ് അതിനെക്കുറിച്ച് എഴുതി വയ്ക്കുക. പിന്നെ ഉള്ളത് റീസൺസ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ആൻ ഈസ്റ്റ് വാർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ഇൻ ദ 15th century. ഈ 15th century യൂറോപ്പിലോട്ട് ഒരു സീ റൂട്ട് കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാറ്റിൽ ഓഫ് കൊളച്ചൽ വാർ, പിന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാറ്റിൽ ഓഫ് ബെക്സാർ ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് ബെക്സാർ, ആറ്റിങ്ങൽ റിവോൾട്ട് 1721, പോളിഗർ റിവോൾട്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ലിമിറ്റേഷൻസ് ഓഫ് 1857 റെബലിയൻ, പിന്നെ ദ ഇമ്പാക്റ്റ് ഓഫ് 1857 റിവോൾട്ട്, ഇതൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ നമ്മുടെ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ഇന്ത്യ നാഷണൽ മൂവ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് സൂറത്ത് കോൺഫറൻസ്, പിന്നെ ലക്നൗ കോൺഫറൻസ് ഓഫ് കോൺഗ്രസ്, ലക്നൗ കോൺഫറൻസും അതുപോലെ സൂറത്ത് കോൺഫറൻസും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് പഠിക്കണം. ദെൻ മിൻഡോ മോർലി റീഫോംസ്, റോൾ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻ ഫോസ്റ്ററിങ് നാഷണലിസം, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കണം. ഓൾട്ടർനേറ്റ് പാത്ത് ഓർഗനൈസേഷൻ ആൻഡ് ലീഡേഴ്സ്, ഓരോ ഓർഗനൈസേഷനും അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. റോൾ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ നാഷണലിസം, റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ നാഷണലിസം, ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ലെഡ് ടു ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഇത് തരും. അടുത്തത് കമ്പയർ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഈ ഉത്തരായനവും ദക്ഷിണായനവും പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫറെൻറ്റ് സീസൺസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് പഠിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഇത്രയാണ് ഫോക്കസ് ഏരിയ എന്നും പറഞ്ഞ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ.